എന്താ കല്യാണം കഴിക്കാൻ ഇത്ര ആഗ്രഹം? സമയമുണ്ടല്ലോ, 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുന്നു. സമയമുണ്ട്. എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണൊന്നും പോരാ. പിന്നെ എങ്ങനത്തെ പെണ്ണ്? എനിക്ക് പണിയെല്ലാം ഉള്ള എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുരക്ക് ഇങ്ങനെ കുത്തിരിക്കും, കുഞ്ഞനെ നോക്കി പുര നോക്കി. തറവാടിയാ? തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു അലവലാതി തറവാടി. ഞാനൊരു വീഡിയോ കണ്ടു, ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ വാ ഞാൻ ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് ഇരിക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് ഞാൻ റെഡി ആയിന്. ആണോ? ആ പൊട്ടം തെറ്റി പറഞ്ഞ സത്യമാണോ? പ്രായത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 35 മേലെ പോണ്ടല്ലടാ. അവളുടെ ഒരു നാവ്. എനിക്ക് 30 ആവുന്നേ ഉള്ളൂ, 29. തന്നെ അവള് നോട്ട് വിട്ടിട്ടുണ്ടാവും. Only 4 years difference. വീട്ടിലിരിക്കണം. പക്ഷെ എനിക്ക് ഒതിയാർക്കുണ്ട്, നല്ല ഒതിയാർക്കുണ്ട്. ഞാൻ ഇരിക്കും നോക്ക്. എനിക്കിപ്പോ നല്ല അടക്കം ഒതുക്കവാ. പ്രേക്ഷകരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവൾ ഈ നാടിന്റെ പൊതു സ്വത്തല്ലേ, തന്നെ അവള് നോട്ട് വിട്ടിട്ടുണ്ടാവും. 4 വയസ്സ് ഡിഫറൻസ് ഓക്കെ ആണോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്താ വീട്ടിലിരുന്നോ? ഞാൻ പൊന്നു വരെ നോക്കിക്കോളാം. 4 നേരം ഫുഡ്, ഡ്രസ്, ഗെയിം, PS5 വാങ്ങിച്ചരാം. ഗെയിം കളിച്ചിരുന്നോ? പിന്നെന്താ? എന്റെ സങ്കല്പത്തിൽ കുട്ടി ഇങ്ങനെയല്ല. ഈ പറഞ്ഞതിലും കാര്യമുണ്ട്. പിന്നെ എങ്ങനെയാ കുറച്ചുകൂടി ഗ്ലാമർ കൂടുതലാന്നൊക്കെ? എങ്ങനെയാ സങ്കല്പത്തിലുള്ള കുട്ടി? சிரிச்சு பேசுற பொம்பளைங்களை விட எனக்கு சீரியஸா பேசுற பொம்பளைங்களா ரொம்ப பிடிக்கும். ഒരു നല്ല ഓഫർ ആയിട്ട് ഒന്നും കൂടെ ആലോചിച്ചോ. നോക്ക്, പണിക്ക് പോകണ്ട, നമ്മള് സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്യും, വീട്ടിലിരുന്നാ മതി, ഗെയിം സ്റ്റേഷൻ വാങ്ങിച്ചു തരും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ടൊമാറ്റോ നമ്മളെ നാട്ടില്. എന്റെ വീട്ടിലേക്ക് വാ. ഇങ്ങനെ തന്നെ വേണം. ഞാനാണെങ്കിൽ ഇതേപോലത്തെ എന്റെ ഭാവി ഹസ്ബൻഡിനെ കുറിച്ചുള്ള സങ്കല്പം ഇതാണ്. വീട്ടിലിരിക്കണം, എല്ലാ ചെലവും ഞാൻ നോക്കും. ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ വാസുവണ്ണ? പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്റെ കൂടെ മാത്രം പുറത്തിറങ്ങും. നടപടിയായില്ല. ഇന്നിനി വയ്യ. നേരം വെളുക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളതിലൊക്കെ പോന്ന് 2000 ഒരു 5000 നേരെ പൈസ അയച്ചു തരിക. പിള്ളേർ കേൾക്കണേ പിള്ളേർ നോക്കി കുത്തിരിക്കുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ആദ്യം പിള്ളേരായിട്ട് കല്യാണം കഴിക്കാം. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എന്താ നല്ല ഓഫർ അല്ലേ? അതെ, ശരിയാ. തനിക്ക് വിവരമുണ്ട്.